ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വെള്ളക്കെട്ടിൽ നടപടികളുമായി എറണാകുളം ജില്ലാ ഭരണകൂടം വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്താൻ 7-അംഗ സമിതി രൂപീകരിച്ചു. വിവരങ്ങളുമായി സൈഫുനിസ ചേരുന്നുണ്ട്. സൈഫുനിസ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്ന പരാതി വരുന്നതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ LSK ഉമേഷിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നത്. ഇത് സംബന്ധിച്ച പരാതികളെല്ലാം പരിഹരിക്കുവാനായും വെള്ളക്കെട്ട് ഇല്ലാതാക്കുവാനായും 7-അംഗ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. വെള്ളക്കെട്ടിന് സാധ്യതയുള്ള ഇടങ്ങളിൽ സ്ഥലപരിശോധനയ്ക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാത കടന്നുപോകുന്ന 5 പഞ്ചായത്തുകൾ, 2 മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലെ പ്രതിനിധികളും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത മഴയെ തുടർന്ന് പുതിയ ദേശീയപാത 66 മൂത്തകുന്ന് മുതൽ പറവൂർ വരാപ്പുഴ വരെയുള്ള ഭാഗത്തെ അടിപ്പാതകൾക്കിടയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഇത് പരാതിയായി ഉയരുകയും ചെയ്തിരുന്നു. അടിപ്പാതയ്ക്കടിയിലൂടെ കാൽനടയായും വാഹനത്തിലൂടെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണെന്ന് പരാതികൾ ഉയരുകയും ചെയ്തിരുന്നു. മുനമ്പം, കവല, കുര്യാപ്പള്ളി, ലേബർ കവല, മൂത്തകുന്നം തുടങ്ങിയ അടിപ്പാതകൾക്ക് പണി തീർത്തിട്ടുള്ള എല്ലായിടത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഈ അടിപ്പാത വെള്ളക്കെട്ടുണ്ടായത് തന്നെ ഈ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണ് എന്നും പരാതികൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് അടിയന്തര യോഗം ചേർന്നത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സൈഫുനിസ.